ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലൻ വെറൈറ്റി സ്നാക്കാണ് കേട്ടോ കിളിക്കൂട്. ഇതൊരു പുത്തൻ ഐറ്റം എന്നൊന്നും പറയുന്നില്ല, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതൽക്കേ ഉള്ളൊരു ഐറ്റം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ലുക്ക് പോലെ തന്നെ കഴിക്കാനാണെങ്കിൽ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കിളിക്കൂടിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം ചിക്കൻ വേണ്ടിക്കലും എടുക്കാം. അപ്പോൾ ഞാൻ ബീഫ് എടുത്തിട്ടുള്ളത് ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ്. അപ്പോൾ ഫില്ലിങ്ങിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അല്ലാതെ ഫ്രൈ ആക്കേണ്ടെങ്കിൽ ഡയറക്റ്റ് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പം കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫിനെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടി നമുക്ക് ഫില്ലിങ് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിളിക്കൂടിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, പകരം വെളിച്ചെണ്ണ വേണ്ടിക്കലും എടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫില്ലിങ്ങിൽ നമ്മൾ അടച്ച് വെക്കാതെ വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. കാരണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വരുമല്ലോ സവാളയിൽ നിന്ന്. അപ്പോൾ അത് അത്രയ്ക്ക് നമ്മുടെ ഫില്ലിങ്ങിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടാൻ പാടില്ല. ഈ ഒരു ഫില്ലിങ്ങിന് മെയിനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെക്കാതെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാള അത്യാവശ്യം കളറൊക്കെ മാറി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി 2 കൂടി ചതച്ചതും അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണേ. അപ്പോൾ ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾ, മുളക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒരല്പം ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, കട്ടയൊന്നും ഇല്ലാതെ. അതിനുശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സവാളയും ബീഫും എല്ലാം കൂടി, ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും 2 കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ്, എരിവ് ഒക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കിയിട്ട് ഫ്ലേവറിനൊക്കെ വേണമെന്നനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിളിക്കൂട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാല് നിർബന്ധമില്ല കേട്ടോ. പാലെന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ മുട്ട കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. ഓവറായിട്ട് മുട്ട നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലും കൂടി ചേർത്തത്. അപ്പോൾ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക.
അപ്പോൾ ഇനി നമുക്ക് കിളിക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിൽ നമ്മുടെ നേരത്തെ ഫില്ലിങ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൗളിൽ കുറച്ച് പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കറക്റ്റ് ഒരു അളവ് പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരു മുട്ടനെ ഇതുപോലെ 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണ്ട, ഇതിലും വലുതാക്കിയാലും കുഴപ്പമില്ല, ചെറുതാക്കണ്ട. പിന്നെ ചിലവർ ഒരു മുട്ട മൊത്തത്തിലായിട്ട് പുഴുങ്ങിയിട്ട് വെക്കാറുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് മടുപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്നിനെ 4 ആക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നേരിയ സേമിയ കിട്ടുന്നുണ്ടല്ലോ, വെർമിസെലി. അപ്പോൾ അതിൽ നേരിയത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്തിനാ ഇങ്ങനെ ചെയ്തത്, നമുക്ക് ബ്രെഡ് ക്രംസിന് പകരം ഈ ഒരു കിളിക്കൂടിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സേമിയ എടുക്കുമ്പോൾ നേരിയത് എടുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കട്ടിയുള്ളതാകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തുന്ന പോലെ തോന്നാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതെടുക്കുക. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്കതിൽ മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. നമ്മുടെ മുട്ട പുറമേ കാണാത്ത രീതിയിൽ നല്ലപോലെ മസാല കൊണ്ട് കവർ ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ വലുപ്പം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതിയേ. അതുപോലെ തന്നെ കിളിക്കൂട് 2 രീതിക്ക് സെറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ മുട്ടയെ ഉള്ളിൽ വെച്ചിട്ട്, ഒന്ന് മുട്ടനെ പുറത്ത് വെച്ചിട്ട്. അപ്പോൾ പൊതുവേ അധികം ആളുകളും ചെയ്യുന്നത് ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും പേഴ്സണലി ഇതിഷ്ടം ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. എപ്പോഴും ഞാൻ അധികം ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 രീതിക്കും കാണിച്ചു തരാം. ഒന്ന് മുട്ട പുറമേ വെച്ചിട്ടുള്ള രീതിയും ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. മുട്ട പുറമേ കാണാത്ത രീതിക്ക് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ അടുത്ത രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. മുട്ട നമ്മൾ ഉള്ളിൽ വെക്കുന്ന മുട്ടയില്ല, അത് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ എടുത്ത പോലെ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു വലുപ്പമുള്ള ബോൾ എടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് പുറമെ നമുക്ക് ഇതിൽ കാടമുട്ടയാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാടമുട്ട വെക്കാനുള്ള ഒരു വലുപ്പത്തിനൊരു കുഴി പോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ കിളിക്കൂടിൻ്റെ ആ ഒരു കുഴി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കട്ടെ. ഏത് രീതിക്കാണോ നിങ്ങൾക്ക് വേണ്ട ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മാത്രമാണ് കേട്ടോ കൂടാക്കി എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മുട്ട ഉള്ളിൽ വെച്ചിട്ടുള്ള മോഡലിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ 3 ഇങ്ങനെയാക്കി ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, സിമ്പിളാണ് പരിപാടി. ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സേമിയയില്ലേ അതിലും കൂടി ഒന്ന് മുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി ബ്രെഡ് ക്രംസ് കട്ട്ലേറ്റെല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് തന്നെ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. അപ്പോൾ ഇതുപോലെ സേമിയയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യട്ടെ. 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ നന്നായിട്ട് സേമിയ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേണ്ട, ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 തവണ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ മൊത്തത്തിൽ കിളിക്കൂട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യട്ടെ, ഒരുപാട് സമയം ഇട്ട് വെക്കേണ്ട. കാരണം സേമിയ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റോസ്റ്റഡ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുക, തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് എടുക്കുക. കാരണം ഉള്ളൊന്നും ഒരുപാട് വേവാനോ ഒന്നുമില്ലല്ലോ. സേമിയ റോസ്റ്റഡുമാണ്, പെട്ടെന്ന് തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളൂ. അത്രമാത്രം മതി. ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് കോരിയെടുക്കുക എണ്ണയിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് കോരി എടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഞാൻ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, എണ്ണയിലേക്ക് കുറച്ച് സേമിയോ അധികം വരുന്നതൊക്കെ പോകും കേട്ടോ, ഉതിർന്നു പോകും. അപ്പോൾ അത് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ, മൈൻഡ് ചെയ്യണ്ട. കാരണം അതെന്തായാലും നമ്മൾ എങ്ങനെ ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചാലും സേമിയാണല്ലോ, ഉതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട് പോലെ ആക്കി എടുത്തിട്ടില്ല, അതിൽ ഞാൻ ഇതുപോലെ കാടമുട്ടയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഉള്ളിൽ മുട്ട വെച്ചിട്ടുള്ള കിളിക്കൂട്
ഇഷ്ടം. അപ്പോൾ ഈ സേമിയത്തിൻ്റെ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കിളിക്കൂടിൻ്റെ ആ ഒരു ചുള്ളിയും കമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് കേട്ടോ ഇങ്ങനെ. അതുകൊണ്ടാണ് ഈ സേമിയം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് കിളിക്കൂട് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനെ ഉള്ളിൽ മുട്ട ഉള്ളതാണ് ഇഷ്ടം. നിങ്ങൾക്ക് പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പുറമേ മുട്ട വെച്ചിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ലുക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്